ഹായ് ഹലോ, ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴേക്കും എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. വളരെ എളുപ്പവും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ഉള്ളൊരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ബോൺലെസ് ചിക്കനാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ചെറുതായി കട്ട് ചെയ്ത പീസാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ്റെ ഒക്കെ കളറ് മാറി ഒരു വൈറ്റ് കളറാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികളായിട്ട് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ നല്ലപോലെ തന്നെ നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു സവാളയുടെ ചെറിയ പീസ് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ ചെറിയ പീസ് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില, പുതിനയില അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഫില്ലിങ്ങിൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ പലഹാരത്തിന്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഡോ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂണോളം നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു മാവിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം നല്ലപോലെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അങ്ങനെ 2-3 മിനിറ്റ് നേരം കുഴച്ചെടുത്ത മാവ് നമുക്ക് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത്. ഇനി നമുക്ക് ഇത് അരമണിക്കൂറിന് ശേഷം എടുത്തിട്ട് ഒരു 4 ബോളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു ബോൾ എടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മൾ ഇതുപോലെ നീട്ടി പരത്തി കൊടുക്കാം കേട്ടോ. നടുഭാഗത്ത് ഒരു ചെറുതായി കനത്തിൽ വേണം പരത്തിയെടുക്കേണ്ടത്. സൈഡൊക്കെ നല്ല പോലെ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം. അതിനുശേഷം നടുഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഫില്ലിംഗ് കുറച്ച് ലിക്വിഡ് ഫോം ആയതുകൊണ്ടാണ് കേട്ടോ നടുഭാഗം കുറച്ച് കട്ടിക്ക് ആക്കണം എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് 2 തവി വെച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സൈഡും നല്ലപോലെ മൊരിഞ്ഞ് കിട്ടും. അങ്ങനെ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡിയായി കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബായ്.